കൊച്ചി ഞാറക്കലിലെ 17-കാരന്റെ മരണത്തിൽ ദുരൂഹതയേറുകയാണ്. ഗെയിം ടാസ്ക് കാരണമല്ല കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി സംശയമുണ്ട്. സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നും സംശയിക്കുന്നതായി കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു. ആ പ്രതികരണം കേൾക്കാം. ഒരു സാധാരണ ഒരു ഗെയിം കളിച്ചിട്ട് അവനൊരു ആവേശത്തിൻ്റെ പുറത്ത് കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് എന്നുള്ള രീതിയിൽ കുഞ്ഞ് പോയി ഒരു ബുദ്ധിമോശം കാണിച്ചതല്ല. എന്തോ ഒരു കാര്യമായിട്ടുള്ളൊരു വിഷമം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഫോഴ്സ് എൻ്റെ കൊച്ചിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോർമലി വരുന്ന ഒരു സൈബർ ക്രൈം അല്ല. ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അവൻ്റെ 0 ഫോളോവേഴ്സാണ്. അതിൻ്റെ അർത്ഥം ഒന്നില്ലെങ്കിൽ അത് ഹാക്ക്ഡ് ആയിട്ടുണ്ട്. ഹാക്ക്ഡായി ഞങ്ങൾ ഇന്നലെ ഇവൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ട് അത് കയറാൻ നോക്കുമ്പോൾ ഇവൻ്റെ മെയിൽ ഐ ഡി അല്ല, വേറെ ആരുടെയോ മെയിൽ ഐ ഡി, അത് നമുക്ക് കാണാൻ പറ്റൂല. കുട്ടി ബീച്ചിലേക്ക് നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൾ റഹീം നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. റഹീമെ, ഇപ്പോൾ പ്രതികരിച്ചത് അത് കുട്ടിയുടെ ഈ അമ്മയാണോ അതോ മറ്റേതെങ്കിലും ബന്ധുവാണോ? ഇപ്പം കഴിഞ്ഞ ദിവസമാണ് കുട്ടിയെ വൈപ്പിൻ കടപ്പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന കുടുംബം അല്ലേ? അപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ? സേതു, പ്രധാനമായും ഈ ഇളങ്കുന്ന പുഴയിൽ കഴിഞ്ഞ ദിവസം കടലിൽ ആത്മഹത്യ ചെയ്ത ഈ അർജുൻ എന്ന കുട്ടിയുടെ കുടുംബമാണ് ഇപ്പോൾ, ആ കുടുംബത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഈ ഗെയിമിൻ്റെ ടാസ്ക് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാരണം കൊണ്ടല്ല തങ്ങളുടെ കുട്ടി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്നുള്ളതാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത്. അതിൽ കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട കാരണം അങ്ങനെയൊന്നും ഏതെങ്കിലും തരത്തിലൊരു ഗെയിമൊക്കെ കളിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നൊരു മാനസികാവസ്ഥയുള്ള ആളല്ല, അങ്ങനെയുള്ള കുട്ടിയല്ല തങ്ങളുടേത് എന്ന് കുടുംബം പറയുമ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത വേണം എന്ന് കുടുംബം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ കുട്ടി ഉപയോഗിച്ചിരുന്ന ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കുടുംബം ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം പരിശോധിച്ചിരുന്നു. ആ സമയത്തൊന്നും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ കുട്ടിയുടെ മെയിൽ ഐ ഡിയും മറ്റും ഉപയോഗിച്ച് കയറാൻ ശ്രമിച്ചുവെങ്കിലും അത് കയറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഹാക്ക് ചെയ്ത ആളുകൾ ഈ കുട്ടിയെ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. അങ്ങനെയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ കുടുംബം ആരോപിക്കുന്നത്. കൂടാതെ ഈ കുട്ടി 19-ാം തീയതി ടർഫിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് ഉച്ച സമയത്ത് ഇതിൻ്റെ അതായത് ഈ സീ വാളിൻ്റെ മുകളിൽ കൂടി നടന്നു പോകുന്നു. പിന്നീട് കുട്ടിയെ കാണുവാനില്ല. അങ്ങനെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകുന്നതും കുട്ടിയെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയും ഒക്കെ ചെയ്യുന്നത്. പിന്നീട് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഏതായാലും ആ വിഷയത്തിൽ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കുട്ടിയുടെ മരണത്തിന് കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഗെയിം ടാസ്ക് അല്ല എന്നുള്ളതാണ്. അതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. സൈബർ ടീം ഉൾപ്പെടെ ഇതിലൊരു അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊരു വ്യക്തത വേണം എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഏതായാലും ആ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ കുട്ടിയുടെ തന്നെ കുടുംബം പറഞ്ഞ കാര്യം അനുസരിച്ചാണ് കുട്ടി ഗെയിം അഡിക്റ്റ് ആയിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലായിരിക്കാം ഒരുപക്ഷെ ഗെയിം ടാസ്ക് ഒക്കെ വെച്ച് കുട്ടി ഈ ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോലീസിന്റെ നിഗമനം. ഏതായാലും ആ വിഷയത്തിൽ കൂടുതൽ സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഗെയിം ടാസ്ക് അല്ല എന്ന് കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നു. പിന്നെന്താണ് ഈ അർജുന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നതിലൊരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതാണ് ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത്. കുട്ടിയുടെ മരണത്തിനുള്ള കാരണം എന്താണ് എന്നതിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്.